തുടർച്ചയായി 4 തിരഞ്ഞെടുപ്പ് ജയങ്ങൾ. VS മന്ത്രിസഭയിലും പിണറായി മന്ത്രിസഭയിലും 10 വർഷം ധനമന്ത്രി പദം. എന്നാൽ 5ാം തവണ തോമസ് ഐസക് മത്സരരംഗത്തേക്ക് ഇറങ്ങാൻ സാധ്യത കുറയുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. മത്സരിക്കുന്ന കാര്യത്തിൽ അന്തിമ വാക്ക് പാർട്ടിയുടേത് എന്ന അച്ചടക്കമുള്ള മറുപടിയാണ് തോമസ് ഐസക് നൽകിയത്. ധനമന്ത്രി തോമസ് ഐസക് മത്സരിക്കാനില്ല എന്ന തരത്തിലെ പ്രതികരണം വന്നതോടെ ആലപ്പുഴയിൽ ആര് എന്ന ചോദ്യവും ശക്തമായി. സാമ്പത്തിക പ്രതിസന്ധി തുടരുന്നതും കിഫ്ബി പദ്ധതികളുടെ തുടർച്ചയും പരിഗണിച്ച് തുടർഭരണം ഉണ്ടായാൽ ധനകാര്യം നോക്കാൻ തോമസ് ഐസക് തന്നെ വേണം എന്ന പാർട്ടി തീരുമാനിച്ചാൽ ആലപ്പുഴയിൽ അദ്ദേഹം 5ാം അംഗത്തിനിറങ്ങും. മറിച്ചെങ്കിൽ 31,032 വോട്ടുകളുടെ ഭൂരിപക്ഷമുള്ള ആലപ്പുഴയിൽ പുതുമുഖത്തിന് അവസരം ലഭിച്ചേക്കും. SFI മുൻ കേന്ദ്ര കമ്മിറ്റി അംഗവും DYFI മുൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയും മാരാരിക്കുളം ഏരിയ കമ്മിറ്റി അംഗവുമായ KT മാത്യുവിന്റെ പേരാണ് കേൾക്കുന്നത്. ജില്ലാ സെക്രട്ടറി R നാസർ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മത്സ്യഫെഡ് ചെയർമാനുമായ PP ചിത്തരഞ്ജൻ എന്നിവർക്കും സാധ്യതയുണ്ട്. പുതുമുഖങ്ങൾക്കും യുവാക്കൾക്കും പരിഗണന നൽകിയുള്ള തദ്ദേശ മാതൃക CPM നിയമസഭാ തിരഞ്ഞെടുപ്പിലും പരീക്ഷിക്കുമെന്ന് നേരത്തെ വിവരങ്ങളുണ്ടായിരുന്നു. 2 തവണ തുടർച്ചയായി ജയിച്ചവരെ മാറ്റി നിർത്തും. മണ്ഡലത്തിന്റെ പൊതു സ്വഭാവവും നേതാക്കൾ വഹിക്കേണ്ട ചുമതലയും മുൻനിർത്തിയാകും 2 തവണ എന്ന നിബന്ധന നടപ്പിലാക്കുക. ആരോഗ്യ കാരണങ്ങളാൽ മന്ത്രി MM മണി മത്സരിക്കില്ല എന്നാണ് അദ്ദേഹവുമായി അടുപ്പമുള്ളവർ പറയുന്നത്. പാർട്ടി ചുമതലയിലേക്ക് മാറണോ എന്നതായിരിക്കും AK ബാലൻ, EP ജയരാജൻ എന്നിവരുടെ മത്സര സാധ്യത നിശ്ചയിക്കുക. തിരഞ്ഞെടുപ്പിനു ശേഷം CPM സമ്മേളന നടപടികളിലേക്ക് കടക്കുകയാണ്. EP ജയരാജൻ അടുത്ത സംസ്ഥാന സെക്രട്ടറി ആകാനുള്ള സാധ്യതയും ഏറെയാണ്. 7 തവണ മത്സരിക്കുകയും 2 തവണ മന്ത്രിയാവുകയും ചെയ്ത G സുധാകരൻ ഇനി പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്കില്ല എന്ന സൂചന നൽകിയിട്ടുണ്ട്. TP രാമകൃഷ്ണന്റെ മണ്ഡലമായ പേരാമ്പ്ര ജോസ് കെ മാണി കേരള കോൺഗ്രസിനായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് അംഗീകരിക്കുകയാണെങ്കിൽ TP മത്സരത്തിൽ നിന്നും മാറി നിന്നേക്കും. 5 തവണ മത്സരിച്ച മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയുടെ കുണ്ടറയിലെ സ്വാധീനം പരിഗണിച്ചാൽ വീണ്ടും അവസരം ലഭിച്ചേക്കും. KK ശൈലജ വീണ്ടും മത്സരിക്കുമെങ്കിലും കൂത്തുപറമ്പ് LJDക്ക് നൽകേണ്ടി വരുമെന്നതിനാൽ മണ്ഡലം മാറാനാണ് സാധ്യത. മട്ടന്നൂരിൽ ശൈലജയെ മത്സരിപ്പിക്കുമെന്നാണ് നിലവിലെ വിവരം. മത്സരിക്കുന്നുണ്ടെങ്കിൽ EP ജയരാജൻ കല്യാശ്ശേരിയിലേക്ക് മാറാനും സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.